ഗോവിന്ദചാമിയായിട്ട് ബന്ധപ്പെട്ട കേസിലെ അതാണല്ലോ ഇപ്പോൾ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില ആശങ്കകളും ചില സംശയങ്ങളൊക്കെ ഇങ്ങനെ തോന്നാം. അയാൾ ജയിലിൽ നിന്ന് ഒരു മാസത്തിലധികം ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. ശരീരം ശ്രദ്ധിച്ചു, ഭക്ഷണം നിയന്ത്രിച്ച്, ശരീരം തടി കുറച്ച് മെലിച്ച്, അതുപോലെ തന്നെ ജയിൽ കമ്പികൾ അയാളുടെ ഉദ്ദേശത്തിനനുസരിച്ചുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഈ ന്യൂസുകളിൽ നിന്ന് കാണുന്നത്. വളക്കുകയോ അല്ലെങ്കിൽ അത് അറുത്തു മാറ്റാനുള്ള ശ്രമങ്ങളോ നടത്തിയിട്ടുണ്ട്. ഏതായാലും അയാൾ ഇതിൻ്റെ പുറത്ത്, സെല്ലിന് പുറത്ത് കടന്ന് മതിൽ ചാടി പുറത്തേക്ക് ചാടി ഓടി. ഇതാണല്ലോ നിലവിൽ സംഭവിച്ചത്. ഓടുകയോ, അതായത് അവിടെ നിന്ന് മാറി രക്ഷപ്പെടാൻ ശ്രമിച്ചു, പിടികൂടി. പക്ഷെ ഇതിൽ ആലോചിക്കുന്ന സമയത്ത് ഒരു ഉത്തരം കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. അയാൾ ഒറ്റയ്ക്ക് ശരീരം മെലിയിച്ചു, ഓക്കെ, ഇങ്ങനെ സംഗതി, ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് ശരീരത്തെ ഈ രൂപത്തിലേക്ക് മാറ്റി ജയിൽ കമ്പികൾ അറുക്കാനുള്ള ശ്രമങ്ങൾ നടത്തില്ലെങ്കിൽ അതിനെ അയാളുടെ ഉദ്ദേശം നടത്തുന്നതിന് ആവശ്യമായ രൂപത്തിലേക്ക് ജയിൽ കമ്പികളെ മാറ്റം വരുത്താൻ അയാൾക്ക് സാധിച്ചു. അവിടെ ഒരു ചില സംശയങ്ങൾ നമുക്ക് തോന്നില്ല, എത്ര രഹസ്യമായിട്ട്. ഏതായാലും 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടൊന്നും ജയിൽ കമ്പികൾ ഈ രൂപത്തിൽ മാറ്റിയെടുക്കാനൊന്നും ഒരാൾക്കും സാധിക്കില്ല. പക്ഷേ അതായത് മെഷീൻസിൻ്റെ സഹായമില്ലാതെ. പക്ഷേ ഇയാളത് ചെയ്തു. അതായത് ദിവസങ്ങളോളം ഇയാൾ പ്രയത്നിച്ചിട്ടുണ്ടാകും. ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ലേ? കാരണം ഇത്ര വലിയൊരു കുറ്റകൃത്യത്തിന് പേരിലാണ് അയാൾ ജയിലിൽ കിടക്കുന്നത്. അതായത് എപ്പോഴും ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു കേസാണ്. സാധാരണ ഒരു മോശന ശ്രമമോ അല്ലെങ്കിൽ പെറ്റി കേസിലൊന്നും പെട്ട ആളുകളല്ലല്ലോ. മയക്കുമരുന്ന് പെട്ടതുപോലെയൊന്നും അല്ലല്ലോ. മയക്കുമരുന്ന് ചെറിയ കേസാണെന്നല്ല പറഞ്ഞത്. പക്ഷേ ഏറ്റവും ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട പ്രതികളിൽ ഒരാളാണല്ലോ ഇയാളൊക്കെ. അയാളുടെ കാര്യത്തിൽ ഇതെങ്ങനെ അശ്രദ്ധ സംഭവിച്ചു? മറ്റൊന്ന്, ഇയാൾ ഈ സെല്ലിന് പുറത്തേക്ക് ചാടി ജയിലിൻ്റെ മതിൽ ചാടുന്നത് അവിടെ നിൽക്കട്ടെ, മതിൽ വരെയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ? എങ്ങനെയാണെങ്കിലും മതിലിനോട് ചേർന്നിട്ടൊന്നും അയാളുടെ സെല്ലുണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഈ ജയിൽ ചാടി സെല്ല് ചാടി മതിലെത്തുന്ന വരെയുള്ള ഒരു സമയം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ, ആരുടെയും കണ്ണിൽപ്പെടാതെ എങ്ങനെ ഒരു പ്രതിക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുമോ? എങ്ങനെ പറ്റുന്നു? അത്ര ശ്രദ്ധയുള്ളൂ അവിടെ. കാരണം പൊതുവേ നമ്മളൊക്കെ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ വലിയ നിരീക്ഷണത്തിലുണ്ടാകുന്ന ഒരു സംവിധാനമാണെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അത്രയും ഗൗരവത്തിൽ കൈകാര്യം ചെയ്യുന്ന, സുരക്ഷയുള്ള, 24 മണിക്കൂറും പ്രതികളെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, തടവുകാരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളൊക്കെ ധരിക്കുന്ന. അങ്ങനെയല്ലേ? അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് ഈ സെല്ലിൽ നിന്ന് മതിൽ വരെ ഒരാൾക്ക് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ, എന്തായാലും 1-2 ഉദ്യോഗസ്ഥന്മാരൊന്നല്ലല്ലോ ജയിലുണ്ടാകുക, നിരവധി ഉദ്യോഗസ്ഥന്മാരുടെ നിരീക്ഷണം അവിടെ ഉണ്ടാകുമല്ലോ. പല തരത്തിലുള്ള വാർഡന്മാരുണ്ടാവും, സുരക്ഷാ ജീവനക്കാരുണ്ടാവും. ഇവരുടെയൊക്കെ കണ്ണു വെട്ടിച്ചിട്ട് എങ്ങനെ എത്താൻ സാധിച്ചു അവിടെ? അതിന് ശേഷമുള്ള കാര്യമാണ് മറ്റൊന്ന്. ഞാൻ നേരത്തെ പറഞ്ഞാൽ മതിലിന് ചാടിയത്. ഒരു കൈ മാത്രമുള്ള ഒരു വ്യക്തിക്ക് മതിൽ താഴേക്ക് ഊർന്നിറങ്ങുക എന്ന് പറയുന്നത് ഒരുപക്ഷെ സാധിച്ചേക്കാം. അതും കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും ഒരു മതിൽ കയറുക എന്ന് പറയുമ്പോൾ ഒരു കൈ ഉപയോഗിച്ചുകൊണ്ട് അയാളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ആരോഗ്യം എത്രയായിരിക്കും? അതും ആ ശരീരം ആ രൂപത്തിൽ മെലിഞ്ഞു നിൽക്കുന്ന സമയത്ത്. ഇയാൾക്ക് ജയിലിനുള്ളിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ പോലും പല തരത്തിൽ നിന്ന് ഉന്നയിക്കുന്നുണ്ട് പല ആളുകളും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഇത് ഉത്തരം കിട്ടാത്ത ഒരു സംശയമാണ്. ജയിൽ കമ്പികൾ അറുത്ത് ഇത് ഇത്ര ദിവസം എടുത്തുകൊണ്ട് ജയിൽ കമ്പികളെ അറുക്കുകയോ അല്ലെങ്കിൽ അതിനെ ദ്രവിപ്പിക്കാനുള്ള പണികൾ എടുക്കുകയോ ചെയ്തത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുമാത്രമല്ല, ആ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ മതിൽ വരെയുള്ള ആ ഗ്യാപ്പ് പിന്നിടുമ്പോൾ ഒരാളും അയാളെ കണ്ടില്ല എന്ന് പറയുമ്പോൾ, ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന ആളെ കണ്ടില്ല എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ട്. ഒന്നുകിൽ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ സഹായങ്ങൾ കിട്ടിയേക്കാം, അതല്ലെങ്കിൽ തികഞ്ഞ അശ്രദ്ധ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതും ഇത്തരത്തിലുള്ള വലിയൊരു ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് തോന്നിയ ചില ആശങ്കകൾ, സംശയങ്ങൾ പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ്. ചിലപ്പോൾ ഇതുപോലെ ചിന്തിക്കുന്ന പല ആളുകളുണ്ടാകും. അപ്പോൾ ഒരു സെൻട്രൽ ജയിലിൽ ഈ രൂപത്തിലാണെങ്കിൽ സാധാരണ പ്രതികളെ കൊണ്ടുപോയിടുന്ന സബ് ജയിലുണ്ട്, ജില്ലാ ജയിലുണ്ട്, ഇങ്ങനെയുള്ള ജയിലുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെയുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ പറഞ്ഞതിനർത്ഥം കേരളത്തിലുള്ള എല്ലാ ജയിലുകളും മോശമാണെന്നോ സുരക്ഷാ കുറവുണ്ടോ എന്നൊന്നും അല്ല പറഞ്ഞത്. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ ഒരു പൗരന് തോന്നുന്ന ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു എന്ന് മാത്രം. ഇത്ര കെയറിങ്ങേ ഉള്ളൂ. ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം.